ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഫ്താൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കഫ്താൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 മീറ്ററിൻ്റെ നൈറ്റി പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ലൈനിങ് വേണം. ലൈനിങ് നെക്കിൽ നമ്മൾ ബയാസ് പീസ് കൊടുക്കാനും അതുപോലെ വള്ളി ഒരുക്കാനായിട്ട് വേസ്റ്റ് പോർഷനിലൊരു ഒരു സാധനം കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈനിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതെങ്ങനെ ഫോൾഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. ചീത്ത വശത്ത് വെച്ചിട്ട് വേണം നമുക്കിത് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ലെങ്തിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് മടക്കിയതിന് ശേഷം വിഡ്ത്തിൻ്റെ പോർഷൻ മടക്കാം. ഈ ഒരു മെറ്റീരിയലിന് നല്ല ചുളിവുള്ളതുകൊണ്ട് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് 58 ഇഞ്ചസാണ് കേട്ടോ ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 57 ഇഞ്ചസാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് 1 ഇഞ്ചസ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വള്ളിക്ക് വേണ്ടിയിട്ട് ബോട്ടം പോർഷനിൽ നിന്ന് ഇതുപോലെ 1 ഇഞ്ചസ് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. XXL സൈസിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ 8 ഇഞ്ചസാണ്. ആം ഹോൾ നമുക്ക് 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്ക്വയർ പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് ആണ്. ചെസ്റ്റ് റൗണ്ട് എത്രയാണോ +4 ഡിവൈഡഡ് ബൈ 4 +1 ഇഞ്ചസ് കേട്ടോ. അപ്പോൾ നമുക്ക് 11 ഇഞ്ചസാണ് കിട്ടുന്നത്. അപ്പോൾ ആ 11 ഇഞ്ചസ് നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു പോയിന്റ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതാണ് ചെസ്റ്റ് ലൈൻ കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചസാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് എത്രയാണ് +4 ഡിവൈഡഡ് ബൈ 4 +1 ഇഞ്ചസ്. അപ്പോൾ നമുക്കൊരു 10.5 ഇഞ്ചസാണ് കേട്ടോ കിട്ടുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലത്തെ ലൈൻ ഈ വേസ്റ്റ് റൗണ്ടിൽ ഇതുപോലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് ആണ് വേണ്ടത്. ഹിപ്പ് ലെങ്ത് 20 ഇഞ്ചസാണ്. ഹിപ്പ് റൗണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം മെത്തേഡിലാണ് നമുക്കിവിടെ 11 ഇഞ്ചസാണ് കേട്ടോ കിട്ടുന്നത്. ആ ലൈന് നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൈറ്റി പീസിലാണ് നമ്മൾ കഫ്താൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വിഡ്ത്ത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഫ്ലെയർ ഒരു 2.5 ഇഞ്ചസൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ താഴെ ബോട്ടം എൻഡിൽ വരെ എത്രത്തോളം ഫ്ലെയർ വേണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ്, ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചസ്, ബാക്ക് നെക്ക് 3.5 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വി നെക്ക് വേണമെങ്കിൽ വി നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ റൗണ്ട് നെക്കാണ്. കസ്റ്റമർ റൗണ്ട് നെക്ക് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ റൗണ്ട് നെക്ക് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ വേസ്റ്റിൻ്റെ പോർഷനിൽ വെക്കാനായിട്ട് 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ചസ് വിഡ്ത്ത് വരുന്ന 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പീസസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം 1/2 ഇഞ്ചസ് ഈ ഒരു ക്രോസ് പീസ് കുറച്ച് മേലേക്ക് വിട്ടിട്ട് 1/2 ഇഞ്ചസ് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇനി നമുക്ക് 1/2 ഇഞ്ചസ് വിട്ടിട്ട് വേണം ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ജോയിൻറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് ഫുള്ളായിട്ട് ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു പോർഷനിൽ നമുക്ക് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ത്രെഡ് കട്ടാവാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ത്രെഡ് കട്ടാവാതെ നോക്കണം കേട്ടോ.
ഇനി ഇത് ചീത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ആക്കാം. നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ പോർഷനിൽ എങ്ങനെയാണ് വള്ളി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് വേസ്റ്റിൻ്റെ പോർഷൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ നല്ല ഫുൾ ഓപ്പൺ ചെയ്തിട്ട് ഇവ രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും സെയിം മെഷർമെൻറ്റിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പീസ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ രണ്ട് എൻഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണേ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് പീസിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസിൽ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡ് പോർഷൻ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് ഇല്ലേ, അതെല്ലാം നമുക്കൊന്ന് എൻഡ് വരെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് ചീത്ത വശത്താണല്ലേ ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ല വശത്തേക്കൊന്ന് പോയിൻറ്റ്സ് മാറിപ്പോകാതെ കറക്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് നല്ല വശത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ല വശത്ത് നമ്മൾ ആ ഒരു പോയിൻറ്റ്സ് എല്ലാം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. മെറ്റീരിയൽ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വിട്ടുള്ള മെറ്റീരിയൽ എടുത്താലും നമുക്ക് നല്ല ഫ്ലെയർ കിട്ടും കേട്ടോ. ഇപ്പം ഞാനിതാ ഇവിടെ നമുക്കൊരു 2.5 ഇഞ്ചസ് ഫ്ലെയറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബോട്ടം പോർഷൻ ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വള്ളി എങ്ങനെ കോർക്കാമെന്ന് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ പോയിൻറ്റിന് നേരെ താഴെ വേസ്റ്റിൻ്റെ ആ ഒരു സെൻറ്റർ പോയിൻറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്കൊരു ഹോള് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഒരു ഹോള് ട്രിമ്മർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു ഹോള് നമുക്ക് കൊടുക്കാം. ലൈനിങ് നമ്മൾ ചെയ്തിട്ടില്ല. ആ ലൈനിങ്ങിൽ ഈ ഒരു ഹോള് വീഴരുത്. മെയിൻ ഫാബ്രിക്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പീസ് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന്, വലിയ ഹോളാവരുത്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു പോർഷൻ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബട്ടൺ ഹോൾ സ്റ്റിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. നല്ല സിമ്പിളാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വള്ളി ഈ ഒരു സെൻറ്റർ പോർഷനിൽ കൂടെ ഇതുപോലെ ഒന്ന് കൊരുത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വള്ളിയുടെ എൻഡിലായിട്ട് നമുക്ക് ഡോരിയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നെക്കിൽ നിന്ന് കട്ട് ചെയ്ത ആ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. എൻ്റെത് മിസ്സായി, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.